ഇന്നലകളില്ലാതെ ഭാഗം 8. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എന്തോ ഗായത്രിയുടെ മനസ്സുമൊന്ന് നൊന്തു. കുസൃതിയോടെ ചിരിക്കുന്ന കണ്ണുകൾ അവളിൽ നിറഞ്ഞു. ആ കണ്ണുകളെ ഓർത്തുകൊണ്ട് അവൾ എപ്പോഴോ ഉറങ്ങി. രാവിലെ എണീറ്റ് വല്യമ്മ കുളിച്ച് റെഡിയായി മേലേത്ത് പോയി. അവൾ അവിടെ ഒന്നും വെക്കാൻ നോക്കിയില്ല. അവിടെ ചെന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് വല്യമ്മ പറഞ്ഞത്. അത് കഴിച്ചിട്ട് പോകാം. മനസ്സിൽ കണക്കുകൂട്ടി അവൾ തോപ്പിലേക്ക് നടന്നു. ഗായത്രി വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. വാതിൽ ചാരിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു. ഇഡ്ഡലി മാവെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി. തേങ്ങാച്ചമ്മന്തി അരച്ചു. ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കി. ചായക്ക് വെള്ളം വെച്ച് തിരിഞ്ഞപ്പോഴാണ് അടുക്കള വാതിൽപ്പടിയിൽ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന സേതുവിനെ കണ്ടത്. അവളൊന്ന് പരുങ്ങി. പിന്നെ വേഗം ഗ്ലാസ് എടുത്ത് കട്ടൻ ചായ എടുത്ത് അവന് നേരെ നീട്ടി. അവിടെ നിന്നുകൊണ്ട് തന്നെ സേതു അത് കുടിച്ചു. അപ്പോഴേക്കും അവൾ പാലൊഴിച്ച് ചായ ഉണ്ടാക്കി കപ്പിൽ നിറച്ചു വെച്ചു. അടുക്കളയുടെ എല്ലായിടത്തും തൂത്തു തുടച്ചു. സേതു പത്രം വായിക്കുന്നുണ്ടെങ്കിലും കണ്ണും മനസ്സും അവളിലായിരുന്നു. ഗായത്രി റൂമുകളുമെല്ലാം അടിച്ചുവാരിയൊന്ന് ഒതുക്കി വെച്ചു. അപ്പോഴേക്കും സേതു കുളിച്ചു കഴിഞ്ഞ് വന്നു. ഗായത്രി അവനെ നോക്കി. ഞാൻ ഇറങ്ങട്ടെ? കഴിക്കാനുള്ളതൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ? അത് പറഞ്ഞുകൊണ്ട് ഗായത്രി തിരിഞ്ഞു. അതേ, മാധവമ്മ എനിക്ക് വിളമ്പിത്തരാറുണ്ട്, സേതു കുസൃതിയോടെ പറഞ്ഞു. അത് ഞാൻ വൈകും, ഷോപ്പിൽ ചെല്ലുമ്പോൾ സാറ് വഴക്ക് പറയും. അവൾ തിരിച്ചും കുസൃതിയോടെ മറുപടി പറഞ്ഞു. ഇല്ല, സാറിനോട് ഞാൻ പറഞ്ഞേക്കാം. ഗായത്രി അടുക്കളയിലേക്ക് ചെന്ന് അവന് ഭക്ഷണം എടുത്തു നൽകി മാറി നിന്നു. സേതു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോയി. അവൾ പാത്രമെല്ലാം എടുത്ത് കഴുകി വെച്ചു. കൈ തുടച്ചിട്ട് തിരിഞ്ഞപ്പോൾ പുറകിൽ സേതു. അവൾക്ക് ശരീരമൊന്നു വിറച്ചു. അവൻ ഒരുപാട് അടുത്താണ്. അവൾ തലകുനിച്ചു. അതെ, എന്നും വിളമ്പിത്തരാൻ റെഡിയാണെങ്കിൽ ഞാൻ തൻ്റെ സാറിനോട് പറഞ്ഞൊരു പ്രമോഷൻ വാങ്ങിത്തരാം. അവൻ ഗായത്രിയുടെ കാതിനരികിൽ വന്ന് പറഞ്ഞു. ഗായത്രി പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണ് അവളെ ചതിക്കുമെന്ന് തോന്നിയ നിമിഷം അവൾ കണ്ണ് പിൻവലിച്ച് താഴേക്ക് നോക്കി. പ്രമോഷൻ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല, അത് പറഞ്ഞുകൊണ്ട് ഗായത്രി അവനെ കടന്നു പോന്നു. അതെ, ഒന്ന് നിന്നേ, ബോസിന് ക്വാളിഫിക്കേഷനൊന്നും ഒരു പ്രശ്നമല്ല. ഗായത്രി ഒന്ന് നിന്നു. ചരിഞ്ഞുകൊണ്ട് തല ഉയർത്തി അവനെ നോക്കി. പിന്നെ അമ്മു ഇപ്പോൾ വരും, നല്ല കുട്ടിയായിട്ട് മേലേത്തേക്ക് വാ, ഞാനവിടെ ഉണ്ടാവും. ഞാനില്ല, ഞാൻ ഷോപ്പിലേക്ക് പോകുവാണ്, ഗായത്രി പറഞ്ഞുകൊണ്ടിറങ്ങി. പെൺകുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതും എനിക്ക് വേണ്ടപ്പെട്ടവർ. അമ്മൂനറിയാം, അവൾക്ക് തല്ല് കിട്ടാറുണ്ട്. ഇവിടെ ചിലപ്പോൾ തല്ലായിരിക്കില്ല, പോയി റെഡിയായിട്ട് വാ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്ക് ഗായത്രി നിസ്സഹായതയോടെ അവനെ നോക്കി. താൻ വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല, ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ഇപ്പോഴും ആ ഓർമ്മയിലാണെന്ന് കരുതും, അതാ ഞാൻ. ഗായത്രി അവനെ നോക്കി തലയാട്ടി ഇറങ്ങി നടന്നു. സേതു പറഞ്ഞതുപോലെ അമ്മു വന്നു. അവൾ അനുദേച്ച് തയ്ച്ചു നൽകിയ ഫ്രോക്കിട്ട് സുന്ദരിയായിരുന്നു. ഗായത്രി അവളുടെ കൂടെ മേലേത്തേക്ക് നടന്നു. അവളെ കണ്ട് വല്യമ്മ അതിശയിച്ചു. നീ വരില്ലെന്ന് പറഞ്ഞിട്ട്? അവർ ചോദിച്ചു. അത് ഈ പെണ്ണ് സമ്മതിക്കണ്ടേ, അതാ ഞാൻ. ഗായത്രി വിക്കി വിക്കി പറഞ്ഞു. വാ, ചടങ്ങിപ്പോൾ തുടങ്ങും, വാ നമുക്ക് അങ്ങോട്ട് പോവാം. അത് പറഞ്ഞുകൊണ്ട് അവരവളെയും കൊണ്ട് അകത്തേക്ക് പോയി. ചടങ്ങിനായി എല്ലാവരും മുൻവശത്തേക്ക് ചെന്നു. അമ്മ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു വശത്തായി നിന്നു. ഇവിടെ നിന്നാൽ ശരിക്കും കാണാം അല്ലേ, അമ്മു പറഞ്ഞു. അശ്വതിയും അച്ചുവും താഴെ കുഞ്ഞിനെയും കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും അച്ഛനമ്മമാരുണ്ടായിരുന്നു. സുധർമ്മ മുത്തശ്ശി ഗായത്രിയെ നോക്കി. സുമിത്രേച്ചി, അതാരാ ആ പെണ്ണ്? അവർ ഗായത്രിയെ ചൂണ്ടി ചോദിച്ചു. അതോ, അതാ മാധുവിൻ്റെ ആരോ ആ ഗായത്രി. മാധുവിൻ്റെയോ? ഇത്ര സുന്ദരിയോ? എന്താ ഭംഗി! നീ സൂക്ഷിച്ചോ, വീട്ടിലൊരു ചെറുക്കനില്ലേ പെണ്ണ് കിട്ടാതെ? അല്ല, കിട്ടാതെ നിൽക്കുന്ന.
അവരസൂയ കൊണ്ട് വിഷം തുപ്പി. അങ്ങനെ വന്നാൽ ഞാൻ അവനെക്കൊണ്ട് അവളെ കെട്ടിക്കും. മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നോക്കിയത് ചിരിച്ചുകൊണ്ട് തൻ്റെ അരികിൽ നിൽക്കുന്ന സേതുവിനെയാണ്. അവൻ സാരമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. ശ്രീഹരിയെ കണ്ട് അവിടെ നിന്നും മാറി. സേതു ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ കരുതി നീ വരില്ലെന്ന്. സേതു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. ശ്രീഹരി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. സാരയില്ലടാ. എടാ നീ നോക്കിയേ, ആ കുട്ടി എന്ത് ഭംഗിയാ. ശ്രീഹരി ഗായത്രിയെ നോക്കി പറഞ്ഞു. എടാ ഹരി, നീ അവളെ നോക്കണ്ട. അവൾ എൻ്റേതാ, എൻ്റേത് മാത്രം. ഓ, അവസാനം നീ പറഞ്ഞല്ലോ. എനിക്കത് മുന്നേ മനസ്സിലായതാ. അത് നിന്നെക്കൊണ്ട് പറയിക്കണം തോന്നിയെന്ന് എറിഞ്ഞു നോക്കിയതല്ലേ. സേതു അവൻ്റെ പുറത്തൊന്ന് കൊടുത്തു. നീ ആ കുട്ടിയോട് പറഞ്ഞോ? ഇല്ല, പറയണം. ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പിന്നെ. സേതു പതിയെ പറഞ്ഞു. നീ ഇവിടെ നിൽക്കാതെ അവളുടെ അടുത്ത് പോയി നിൽക്ക്, ഞാനൊന്ന് കാണട്ടെ. ശ്രീഹരി അവനെ കളിയാക്കി. ഒന്ന് പോയടാ. സേതു അവനെ ഒന്ന് തള്ളി. സേതു ഗായത്രിയെ നോക്കി. അവളൊരു സെറ്റുമുണ്ടാണ് ഉടുത്തിരുന്നത്. ആഷ് കളർ കരയുള്ള സെറ്റുമുണ്ട്, ആഷ് കളർ ബ്ലൗസ്, എല്ലാം കൂടി അവൾ അതിസുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചുവിൻ്റെ കൂട്ടുകാരുടെ കണ്ണ് അവളിലേക്ക് പതിയുന്നത് അവൻ കണ്ടു. അവന് ദേഷ്യം വന്നു. സേതു പതിയെ നീങ്ങി നീങ്ങി അവളുടെ അടുത്തേക്ക് നിന്നു. ഗായത്രി ചടങ്ങ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറാൻ തിരിഞ്ഞപ്പോൾ അവനെ തട്ടി. അവൻ ആരും കാണാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവൾ പിടഞ്ഞുകൊണ്ട് മാറി നിന്നു. സേതു അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കി കാണിച്ചു. അവൾ മുഖം വീർപ്പിച്ചു. ഊണ് കഴിക്കുമ്പോഴും സേതു അവളുടെ എതിർവശത്താണ് ഇരുന്നത്. ഗായത്രിക്ക് ഒരു വറ്റുപോലും ഇറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വേഗം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോയി. തിരിഞ്ഞപ്പോൾ അനിതേച്ചി. എന്താ കയ്യും നീയൊന്നും കഴിക്കാഞ്ഞേ? അനിത ചോദിച്ചുകൊണ്ട് വന്നു. വെറുതെ അല്ല ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്നത്. അനിത കളിയാക്കി. എടാ സേതുവേ, നീ കഷ്ടപ്പെടും മോനെ. ഇതൊന്നും തിന്നിയും കുടിക്കുകയൊന്നുമില്ല. പിന്നെ എന്തിനു കൊള്ളാടാ? കൈ കഴുകാൻ വന്ന സേതുവിനെ നോക്കി അനിത പറഞ്ഞു. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചു പറയ്. ഞാൻ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് സേതു മുണ്ട് മടക്കിയുടുത്ത് നടന്നു. ഗായു, സേതുവിൻ്റെ കാര്യം നിനക്കറിയാലോ. പാവാണ്. നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആദ്യം വന്ന് എന്നോടാ പറഞ്ഞത്. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ആരുമില്ലാത്തതുപോലെയാണ് വളർന്നത്. പിന്നെ ഇവിടുത്തെ അവളും ചതിച്ചു. നീ അവന് കൂട്ടായിരിക്കണം മോളെ. അനിത അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പ്രതീക്ഷിക്കുന്ന മറുപടി പറയാൻ കഴിയാതെ ഗായത്രി നിന്നു. ഇന്നലകൾ നൽകിയ നോവുമായി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.